ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ കൃഷി ചെയ്യുന്ന കൃഷിഭൂമി ഇപ്പോൾ കിളച്ച് വൃത്തിയാക്കി അങ്ങനെ മൈതാനമാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ കൃഷികൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് തൈകൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കത്തിരിക്ക, പച്ചമുളക്, വഴുതനങ്ങ ഇങ്ങനെയുള്ള കുറച്ചൊക്കെ തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് ഓരോന്നായിട്ട് നടാൻ പോകുന്നു. ഒരു മഴയും പെയ്തു. അപ്പോൾ ഞാൻ നടാൻ പോവുകയാണ്. അപ്പോൾ കിളച്ച് ഇട്ടതുകൊണ്ട് മൺമട്ടിയിട്ട് വെട്ടേണ്ട ആവശ്യമില്ല. പതുക്കെ ചെറിയ കത്തി കൊണ്ടിങ്ങനെ തോണ്ടിയാൽ മതി. ചെറിയ മഴയാണ് കിട്ടിയത്, പക്ഷേ അടിഭാഗത്ത് നനവില്ല. എങ്കിലും വീടിനടുത്തായതുകൊണ്ട് വെള്ളം നമുക്ക് ഒഴിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കത്തിരിക്ക തൈയാണ് നടാൻ പോകുന്നത്. അടുത്തൊരു പച്ചമുളക് നടാൻ പോവുകയാണ്. ഒരു ഉണ്ട പച്ചമുളകാണ്, നമ്മൾ സാധാരണ നാടൻ പച്ചമുളക്. അടുത്തൊരു വഴുതനം തൈയാണ്, അതിനെ നട്ടു വെച്ചു. കുറച്ച് തൈ വാങ്ങിയിട്ടുണ്ട്, 50 തൈ വാങ്ങിയിട്ടുണ്ട്. അതിനെയൊക്കെ ഓരോന്നായിട്ട് ഇനി നടാൻ പോവുകയാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു 40-40ഓളം തൈ നട്ടു. പിന്നെ വെള്ളം ഒഴിക്കാനുള്ള സൗകര്യം വീടിനടുത്തായതുകൊണ്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എന്തായാലും നട്ടുടനെ നനയ്ക്കണമെന്നൊരു ശാസ്ത്രമുണ്ടല്ലോ. കണ്ടോ, അങ്ങനെ കുറച്ച് 10-40 തൈയോളം നട്ടു. ഇനി സ്ഥലം ധാരാളമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്ക് വാഴയും ഒക്കെ വയ്ക്കണമെന്നുണ്ട്. അപ്പം എൻ്റെ കൃഷി നല്ല രീതിയിൽ ചെയ്തെടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. പച്ചമുളകും കത്തിരിക്കയും വഴുതനങ്ങയും തൈയാണ് ഞാനിപ്പോൾ കൊണ്ട് നട്ടത്. ഇനി അവിടെ നിന്ന് ഇതൊക്കെ കിളിർത്ത് നന്നായിട്ട് വരട്ടെ. മറ്റുള്ള പച്ചക്കറികളും വാങ്ങണം. അത് വാങ്ങിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം നടുമ്പോഴത്തേക്ക്. ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്ത വിളവുകളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല പച്ചക്കറി വീട്ടിൽ ഉപയോഗിക്കാം. ഇനി അടുത്ത പടവലങ്ങ, പാവയ്ക്ക, പിന്നെ വെള്ളരിക്ക ഇതൊക്കെ നടുമ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നമുക്ക് കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വാഴയും നട്ട് നടണമെന്നൊരു മോഹമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. കുറച്ച് പാവയ്ക്ക തൈയാണ് ഇത്. ഞാൻ നേരത്തെ കടയിൽ നിന്ന് പാവയ്ക്ക വാങ്ങിയപ്പോൾ വിത്തിട്ട് പൊടിപ്പിച്ചെടുത്തതാണ്. അതിനെയും കൂടെ ഞാനിവിടെ ഇളക്കി ഒന്ന് നടയാണ്. ഒരു സ്ഥലത്തുനിന്ന് ഇളക്കി മറ്റൊരിടത്ത് നടന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് പൊടിക്കുന്നതെന്നറിയില്ല. എന്നാലും നട്ടുവിട്ടു.